അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ ഈദുൽ ഫിത്തർ ആശംസകൾ നേരുന്നു. ഒരു മാസക്കാലത്തെ പവിത്രമായ രാപ്പകലുകൾ നോമ്പനുഷ്ഠാനത്തിൻ്റെയും എന്നതുപോലെ തന്നെ സൽക്കർമ്മങ്ങളുടെയും ദാനധർമ്മങ്ങളുടെയും ദീർഘമേറിയ നമസ്കാരങ്ങളുടെയും എല്ലാം ദിനരാത്രങ്ങൾ പിന്നിട്ടുകൊണ്ടാണ് നമ്മൾ ശവ്വാലിലെ ആദ്യ ദിവസം ഈദുൽ ഫിത്തർ എന്ന പെരുന്നാൾ ദിനത്തിലേക്ക് കാലെടുത്ത് വെച്ചിട്ടുള്ളത്. എല്ലാവർക്കും പെരുന്നാളുണ്ട്. ഓരോ സമൂഹത്തിനും അവരുടേതായിട്ടുള്ള പെരുന്നാളുകളുണ്ട്, ആഘോഷങ്ങളുണ്ട്. മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രണ്ട് ആഘോഷങ്ങളാണ് ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും. ഈ രണ്ട് ആഘോഷങ്ങളിലും ചെറുപ്പ വലുപ്പ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ആ ആഘോഷങ്ങളിൽ പങ്കാളിത്തം ഉണ്ടായിരിക്കണം. ഉള്ളവർക്ക് മാത്രം ആഘോഷത്തിൻ്റെ പൂർണ്ണിമയും പട്ടിണിയും ദാരിദ്ര്യവും അനുഭവിക്കുന്നവർക്ക് പേരിന് മാത്രവും ആഘോഷം എന്നതല്ല ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. മറിച്ച് എല്ലാവരും ഒരേപോലെ സുഭിക്ഷതയോടെ ആഘോഷത്തെ കഴിച്ചു കൂട്ടണം. ആഘോഷത്തിൻ്റെ ഭംഗി എല്ലാവർക്കും ആസ്വദിക്കുവാൻ സാധിക്കണം. ഈദുൽ ഫിത്തർ അത് തന്നെ അതിൽ പ്രത്യേകമായിട്ടുള്ള ഫിത്തർ സക്കാത്ത് ഈദുൽ ഫിത്തറിൻ്റെ പ്രത്യേകതയാണ്. പാവപ്പെട്ടവർക്ക് അവരുടെയും പെരുന്നാളുകൾ വിഭവസമൃദ്ധമായിരിക്കണം എന്ന ഉദ്ദേശ ലക്ഷ്യങ്ങളോടെയാണിത്. അപ്പോൾ ആ ഫിത്തർ സക്കാത്ത് കൊടുത്തുകൊണ്ട് എല്ലാവരെയും ഈ ആഘോഷത്തിലേക്ക് ചേർത്ത് പിടിക്കുവാൻ നമുക്ക് കഴിയണം. മറ്റൊരു ആഘോഷം ബലിപെരുന്നാളാണ്. ഹജ്ജിനോടനുബന്ധിച്ചുള്ള ബലിപെരുന്നാൾ. ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ബലി അറുത്തുകൊണ്ട് ആ മാംസത്തെ പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്ത് അവിടെയും സുഭിക്ഷത ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. ഈ നിലക്ക് ആഘോഷങ്ങൾ ചേർന്നിരിക്കാനുള്ളതാണ്. അടുപ്പം ഭാവിക്കുകയല്ല, അടുപ്പിച്ച് നിർത്തുവാനുള്ളതാണ് എന്നുള്ള സന്ദേശമാണ്. ഒരു മാസത്തെ കഠിന വ്രതമാണല്ലോ എല്ലാവരും, അതിലൊക്കെ ഇടപെട്ടു. തീക്ഷ്ണമായ ചൂടാണ് റമദാനിലുണ്ടായിരുന്നത് നമുക്കറിയാം. പക്ഷെ അതിലൊക്കെ നമുക്ക് വിശ്വാസത്തിൻ്റെ ബലം കൊണ്ട് അതിലൊക്കെ നമുക്ക് അതിജീവിക്കാൻ കഴിഞ്ഞു. ആഘോഷത്തിലും നമ്മൾ ഏറെ ചിന്തിക്കുന്നതും ഏറെ ആശ്വസിക്കുന്നതും എന്താണ്? ആഘോഷത്തിൻ്റെ ദിനങ്ങളിലും നമുക്ക് പ്രാർത്ഥനകളുണ്ട് എന്നുള്ളത് തന്നെയാണ്. ആഘോഷങ്ങളിലെ ദിനങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകമായിട്ടുള്ള ഉത്തരവുമുണ്ട് എന്ന് നമ്മൾ വിചാരിക്കുന്നു, നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ ആഘോഷം കൊണ്ട് നമ്മുടെ പ്രാർത്ഥനയ്ക്കുള്ളതാണ്, തേടുവാനുള്ളതാണ്, അള്ളാഹുവിനോട് നമ്മുടെ പ്രയാസങ്ങൾ പറയുവാനുള്ളതാണ് ആഘോഷം. ആ ആഘോഷ ദിനങ്ങളിലും അള്ളാഹു നമുക്ക് ഉത്തരം നൽകുന്നു. നമ്മുടെ പ്രയാസങ്ങൾ ദൂരീകരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നു. ഇപ്പോൾ നമ്മൾ കേരളത്തിൽ സാമൂഹികമായിട്ടുള്ള ചുറ്റുപാടുകളൊക്കെ വളരെയേറെ സമാധാനപരമാണ്. ജാതിമത ഭേദമേ എല്ലാവരും ഇവിടെ സ്നേഹവും സാഹോദര്യവും ഒക്കെ പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ജീവിക്കുന്നു. എന്നാൽ ലോകത്തിൻ്റെ വിവിധ ഭാഗത്ത് നമ്മുടെ രാജ്യത്ത് തന്നെ ഇപ്പോൾ സംഭാൽ എന്നതുപോലെ തന്നെ നാഗ്പൂർ, ഇവിടെയൊക്കെ ഏറെ വിഷമം അനുഭവിക്കുന്ന അവിടുത്തെ ചില സംഭവവികാസങ്ങളുടെ ഇരകളായിട്ടുള്ള ആൾക്കാരുണ്ട്. അക്രമികൾ അവർ അഴിഞ്ഞാടുന്നു. അപ്പം അങ്ങനെയുള്ള പ്രദേശങ്ങളിലെ ആ പാവപ്പെട്ട ഇരകൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, അവരെ അതിനു വേണ്ടി രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. പിന്നെ ആഗോളതലത്തിലെ കണ്ണീർ തടാകമായി അവശേഷിക്കുന്ന ഫലസ്തീൻ സമൂഹം, ഫലസ്തീനിലെ കുട്ടികൾ, പ്രത്യേകിച്ച് അവിടുത്തെ പാവപ്പെട്ട വളരെ നിഷ്കളങ്കരായ ബാല്യങ്ങൾ, വെടിനിർത്തൽ വന്നിട്ടും ഇപ്പോഴും അവരവിടെ വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആ കുട്ടികളും അവിടുത്തെ വൃദ്ധന്മാരും സ്ത്രീകളും പുരുഷന്മാരും ബോംബുകൾക്ക് ഇരയാകുന്നു, പീരങ്കികൾക്ക്, മിസൈലുകൾക്ക് ഇരയാകുന്നു. ഈ ആഘോഷ ദിനത്തിലും നമുക്ക് അവർക്ക് വേണ്ടിയും ദ്വാരക്കാനുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുണ്ട്. ആ ഫലസ്തീൻ്റെ നിഷ്കളങ്ക ബാല്യങ്ങളെ, അവിടുത്തെ പാവപ്പെട്ട സമൂഹത്തെ ഇസ്രായേലിൻ്റെ അക്രമങ്ങളിൽ നിന്നും അല്ലാഹുവേ നീ കാത്തുരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാനുള്ളൊരു വേള കൂടിയായിട്ട് പെരുന്നാളിനെ നമുക്ക് കാണേണ്ടതുണ്ട്. എന്നപോലെ തന്നെ പെരുന്നാളിൻ്റെ ദിനത്തിൽ നമ്മളെല്ലാവരും കൂടിയിരിക്കുന്നവരാണല്ലോ, കൂടിയിരിക്കാനാണല്ലോ പോകുന്നത് പെരുന്നാളത്തിന്. കൂടിയിരിക്കുന്ന ഇടങ്ങളുണ്ട്, അതുപോലെ തന്നെ പള്ളികളുണ്ട്, വീടുകളിൽ തന്നെ സൗഹൃദ സദസ്സുകളുണ്ട്. അവിടങ്ങളിലൊക്കെ തന്നെ പുതിയ കാലഘട്ടത്തിലെ ചില ഭീഷണികളുണ്ട്. സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന അരുതായ്മകൾ,
അതിനെതിരെ ശക്തമായിട്ടുള്ള മുന്നറിയിപ്പ് കൊടുക്കാനും ഈ ആഘോഷവേളയിൽ നമുക്ക് സാധിക്കും. ലഹരിയുടെ ഒരു വലിയ വ്യാപനം ഇപ്പോൾ അതാണല്ലോ പൊതുവെ നമ്മൾ കൂടുന്നിടത്തൊക്കെയുള്ള ചർച്ചാ വിഷയം അതാണ്. അപ്പോൾ ആ ലഹരി വിരുദ്ധ ക്യാമ്പയിനുകൾ കുറേ കൂടി സജീവമായി നമ്മൾ നടത്തണം. നോമ്പിൻ്റെ തിരക്കും നോമ്പിൻ്റെ പ്രത്യേകതകളൊക്കെ കഴിഞ്ഞല്ലോ. ഇനി നമുക്ക് മഹല്ലുകളിൽ പ്രത്യേകമായിട്ടുള്ള പരിപാടികളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ലഹരി വിരുദ്ധ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നമ്മൾ കൂടുതൽ സജീവമാക്കണം, കൂടുതൽ ഊർജിതമാക്കണം. മഹല്ലുകളിൽ തന്നെ ഒരു കാവൽ സംവിധാനം നമ്മൾ ഉണ്ടാക്കണം. മഹല്ലുകളുടെ മുക്കിലും മൂലയിലും റോഡരികിലും പാലത്തിൻ്റെ ചുവട്ടിലും ഏതെങ്കിലും ഒഴിഞ്ഞു കിടക്കുന്ന പീഡികത്തിണ്ണകളിലും അവിടെയൊക്കെ ഇതിൻ്റെ വ്യാപനങ്ങൾ വരുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അവിടെ പ്രത്യേകമായിട്ടുള്ള സംവിധാനങ്ങൾ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ട് സ്ക്വാഡ് വർക്കുകൾ ചെയ്തുകൊണ്ട് ഒരു കാവൽ സേന, അത് നിയമത്തെ ലംഘിക്കാനല്ല, നിയമത്തെ സഹായിക്കാൻ വേണ്ടിയുള്ള കാവൽ സേനകൾ ഈ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് എല്ലായിടത്തും ഉണ്ടാകുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കാൻ, അതുപോലെ അതിലിടപെട്ടവരെ പിന്തിരിപ്പിക്കാൻ ഒക്കെ തന്നെ ആ രീതിയിൽ നമുക്ക് സാധ്യമാകും. പ്രത്യേകിച്ച് നമ്മുടെ ഇളം തലമുറയെ ഈ വലിയ വിപത്തിൽ നിന്നും കാത്തു രക്ഷിക്കാനുള്ള ചുമതല നമുക്ക് ഓരോരുത്തർക്കുമുണ്ട് എന്നുള്ള ഉത്തരവാദിത്വ ബോധം ഏറെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സമയം കൂടിയാണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധത്തിലുള്ള ആശംസകളും നേരുന്നു. പെരുന്നാളിൻ്റെ ഹൃദ്യമായിട്ടുള്ള ആ ഒരു സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും വീണ്ടെടുപ്പായിട്ട് പെരുന്നാളിനെ കാണാൻ നമുക്ക് കഴിയണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവർക്കും ഈദുൽ ഫിത്തർ ആശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ സമർപ്പിക്കുന്നു.